Methods of performance appraisal. The methods broadly classified into two: traditional method, modern method. ട്രഡീഷണൽ മെത്തേഡ് പലതരത്തിലുണ്ട്. റേറ്റിംഗ് സ്കെയില്, ചെക്ക് ലിസ്റ്റ്, ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ്. ഓക്കെ, ഇനി നമുക്കത് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. സോ റേറ്റിംഗ് സ്കെയിൽ. Rating scale with numerical values can be used for evaluation of performance. Under this method, different variables related to job like output, quality of work, dependability, attendance, attitude, etc. are rated on numerical scales. അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുകയും ഓരോന്നിനും ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഉണ്ട്, അറ്റൻഡൻസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാണ്, റേറ്റിംഗ് ചെയ്യാണ് റേറ്റിംഗ് സ്കെയിലിലൂടെ ചെയ്യുന്നത്. അപ്പോൾ 1 2 3 4 5 എന്നുള്ള രീതിയിൽ ന്യൂമറിക്കൽ വാല്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ട് എന്നിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവരുടെ പെർഫോമൻസ് ഇവാലുവേഷൻ മെഷർ ചെയ്യും. ദെൻ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്, under this method a checklist of structured questions relating to the traits of employees is prepared. സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് നേരത്തെ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ HR ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ HR ഡിപ്പാർട്ട്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, ഇവരുടെ ഇവാലുവേഷൻ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. These questions are answered with either yes or no. യെസ് ആണോ നോ ആണോ എന്നുള്ളത് എന്ത് ചെയ്യും, എംപ്ലോയീസ് ടിക്ക് ചെയ്യും. സോ ദിസ് മെത്തേഡ് ഈസ് മോർ ഒബ്ജക്റ്റീവ് ബട്ട് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. ദെൻ തേർഡ് വൺ ഈസ് ദാറ്റ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദി പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്താണ്, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. സോ ദി പെർഫോമൻസ് ഓഫ് മെജോറിറ്റി ഓഫ് എംപ്ലോയീസ് വിൽ ബി അറൗണ്ട് ദി ആവറേജ് ഓർ മീഡിയം ലെവൽ. അപ്പോൾ എംപ്ലോയീസ് ആവറേജ് ആണോ അവരുടെ മീഡിയം ലെവലാണോ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ ഈ ഒരു മെത്തേഡിലൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു സ്പ്രെഡ് ദ എംപ്ലോയീസ് ഓവർ ദി റേറ്റിംഗ് സ്കെയിൽ. അതിലൂടെ എംപ്ലോയീസിൻ്റെ ഓവർ ഒരു അവെയർനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യും. സോ ഇവിടെ എംപ്ലോയീസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവുമ്പോൾ എംപ്ലോയീസിന് പെർഫോമൻസ് എക്സ്ട്രീം ഗുഡായിട്ടും അതുപോലെ തന്നെ എക്സ്ട്രീം പുവറായിട്ടും കൊടുക്കും. അപ്പോൾ അവർ ഏതൊരു കാറ്റഗറിയിലാണ് എന്നുള്ളത്, അവരുടെ പെർഫോമൻസ് ലെവൽ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ്. ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ സർട്ടൻ ക്രിട്ടിക്കൽ ബിഹേവിയർ ഓഫ് എംപ്ലോയീസ് ദാറ്റ് മേക്ക് ദി ഡിഫറൻസ് ഇൻ എയ്തർ പെർഫോമൻസ് ഇൻ ദെയർ പെർഫോമൻസ്. അപ്പോൾ ക്രിട്ടിക്കൽ ബിഹേവിയർ ബേസിൽ എംപ്ലോയീസ് അവരുടെ these incidents are recorded by supervisors as and when they occur. The method is based on actual job behavior of the employees and chance of bias in judgment are low. അപ്പോൾ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു എംപ്ലോയീസിൻ്റെ ഒരു ന്യൂ അസൈൻമെൻറ്റ് അവർക്ക് കൊടുത്താൽ, ഇപ്പോൾ ഇൻസിഡൻറ്റ് എന്നുള്ളതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതാണ്. ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് കൊടുത്താൽ അത് അവർ ആക്സെപ്റ്റ് ചെയ്യോ, വില്ലിങ് ആവോ അതിനെ, അല്ലെങ്കിൽ അവർ റെസിസ്റ്റ് ചെയ്യോ എന്നുള്ളത് എന്താണ് അവരുടെ ക്രിട്ടിക്കൽ ഡിസിഷൻ, ആ എംപ്ലോയി എടുക്കുന്ന ക്രിട്ടിക്കൽ ഡിസിഷൻ എന്താണ് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാവും. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ. ഈ മെത്തേഡ് പ്രകാരം അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് points are assigned for statement of effective and ineffective behavior of the employees. എഫക്റ്റീവ് അല്ലെങ്കിൽ ഇനെഫക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസ് അതിൻ്റെ അവരുടെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അസൈൻ ചെയ്യണം. സോ ദ പോയിൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ certain desired behavior of employees as decided by the supervisor.
അപ്പോൾ റേറ്റർ ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ പ്രകാരം റേറ്റർ എംപ്ലോയീസിൻ്റെ ബിഹേവിയർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാണ്, അത് ഡിസ്ക്രൈബ് ചെയ്യാം. സോ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് പെർഫോമൻസ് ടെസ്റ്റ് ആൻഡ് ദി ഒബ്സർവേഷൻ. ഇറ്റ് ഈസ് ഡൺ ബേസ്ഡ് ഓൺ ദി ടെസ്റ്റ് ഓഫ് നോളേജ് ഓഫ് സ്കിൽ ഓഫ് എംപ്ലോയീസ്. ഇത് എംപ്ലോയീസിൻ്റെ നോളേജ് അല്ലെങ്കിൽ സ്കിൽ എത്രത്തോളം ഉണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദ ടെസ്റ്റ് മേ ബി കണ്ടക്റ്റഡ് ഇൻ റൈറ്റിംഗ് ഓർ ആക്ച്വൽ പ്രസൻറ്റേഷൻ ഓഫ് സ്കിൽ ബൈ ദി എംപ്ലോയി. എംപ്ലോയീസിനെ അവരുടെ ടെസ്റ്റിങ്ങിലൂടെ അവരുടെ റൈറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ്, അവരുടെ പ്രസൻറ്റേഷൻ സ്കിൽ എത്രയാണ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യും. ദെൻ കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സ്. കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സ് ഓൾസോ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദി പെർഫോമൻസ് ഓഫ് ദി ഗവൺമെൻറ് എംപ്ലോയീസ്. ദിസ് മെത്തേഡ് ഈസ് commonly used for evaluation of performance of the government employees. The supervisor prepare an annual confidential report of the employee based on certain criteria like attendance, leave taken, integrity, aptitude, confidence, teamwork, etc. ഇങ്ങനെ അതിൻ്റെ ബേസിൽ എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. Then another one is that essay method. Essay method എന്ന് പറഞ്ഞാൽ under this method the supervisor or rater make a detailed description of employee performance. These include his ability to use skill, strength and weakness, achievement, training needs of employees and overall performance of the employees. ഇതിൽ എംപ്ലോയീസിനോട് ഡീറ്റെയിൽ ആയിട്ട് സൂപ്പർവൈസർ ഇവിടെ പറയുന്നത് എംപ്ലോയീസിനോട് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ക്വാളിറ്റേറ്റീവ് അസസ്മെൻ്റാണ്. സ്കിൽ എത്രത്തോളം ഉണ്ട്, സ്ട്രെങ്ത് എത്രയാണ്, വീക്ക്നെസ്, അച്ചീവ്മെൻറ്റ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവരോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഇതിലൂടെ പറയുന്നത്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ്. കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് ആണ്. കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് ഇൻ വിച്ച് ദ കോസ്റ്റ് ഇൻക്വേർഡ് ഇൻ റിലേഷൻ ടു എംപ്ലോയി ഈസ് കമ്പയർഡ് വിത്ത് ദി ബെനഫിറ്റ് ദാറ്റ് ദ ഓർഗനൈസേഷൻ ഡിറൈവ്ഡ് ഫ്രം ദി പെർട്ടിക്കുലർ എംപ്ലോയി. എംപ്ലോയീസ് എന്ത് ചെയ്യണം, എത്രത്തോളം അവർ കോസ്റ്റ് ബെനഫിറ്റ് എത്രയാണ് ഇപ്പം ബെനഫിറ്റ് കിട്ടുന്നത്, അവർക്ക് എത്രത്തോളം ബെനഫിറ്റ് കിട്ടുന്നുണ്ട്, അവർ ഇൻക്വയറി ചെയ്യുന്ന കോസ്റ്റിന് അവർക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് അവരോട് എന്ത് ചെയ്യണം, കമ്പയർഡ് വിത്ത് ദ ബെനിഫിറ്റ് ദാറ്റ് ദ ഓർഗനൈസേഷൻ ഡിറൈവ്ഡ് ഫ്രം എ പെർട്ടിക്കുലർ എംപ്ലോയി. ഓരോ എംപ്ലോയിക്കും ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റും അതുപോലെ തന്നെ കോസ്റ്റും എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ഗ്രൂപ്പ് അപ്രൈസൽ. The performance of employees is evaluated by a group of persons under this method. The group consists of the supervisor, 3 or 4 experts selected internally or from outside the organization. അപ്പോൾ ഗ്രൂപ്പ് അപ്രൈസൽ എന്ന് പറയുന്നത് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നൊരു കാര്യം. അതായത് ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും, 3 or 4 എക്സ്പേർട്ട് ഉണ്ടായിരിക്കും. അത് ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ ആവാം, അതേ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആവാം. എന്നിട്ട് ആ ഗ്രൂപ്പ് എന്ത് ചെയ്യണം, എംപ്ലോയീസിൻ്റെ അവരുടെ നേച്ചർ ഓഫ് ദ ജോബ്, അതുപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷന്, അവരുടെ സ്കിൽ എത്രത്തോളം ഉണ്ട്, അവരുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാണ്. സോ ദീസ് ആർ ദി ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. റേറ്റിംഗ് സ്കെയില്, ചെക്ക് ലിസ്റ്റ്, forced distribution method, critical incident method, behaviorally anchored rating scale, performance test and observation, confidential records, essay method, cost accounting method, group appraisal method. Dear students, last we discussed about the traditional methods of performance appraisal. Then modern methods. Modern methods, first one is management by objectives.
മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? പീറ്റർ എഫ് ഡ്രക്കറാണ് അല്ലേ. പീറ്റർ എഫ് ഡ്രക്കറാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ദി എംപ്ലോയീസ്. ഈ മെത്തേഡ് പ്രകാരം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുകയും സുപ്പീരിയേഴ്സിൻ്റെയും സബോർഡിനേറ്റിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും മാനേജേഴ്സിൻ്റെയും ഒക്കെ ഓരോരുത്തരുടെയും ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എൻ്റർപ്രൈസിൻ്റെ ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുകയും ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജോയിൻറ്റ് എഫേർട്ട് അണ്ടർടേക്കൺ ചെയ്യുകയും ചെയ്യാണ്. So it means laying objectives or target of performance, and performance is rated based on the achievement of these objectives. അപ്പോൾ ഓരോ സബോർഡിനേറ്റും ഓരോ എംപ്ലോയീസിൻ്റെയും ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവരുടെ പെർഫോമൻസ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുകയും ആ ടോട്ടൽ അവരുടെ വർക്ക് ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യുന്നതിലേക്ക് എത്തുകയും ചെയ്യുന്നു. ദെൻ MBO പ്രോസസ് കൺസിസ്റ്റ് ഫോളോയിങ് സ്റ്റെപ്സ്. MBOൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷിംഗ് ലോങ് ടേം ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്യും. അതിനുശേഷം എസ്റ്റാബ്ലിഷിംഗ് ഷോർട്ട് ടേം ഗോൾസ്, അതായത് ഇപ്പോൾ കോമൺ ആയിട്ട് ഗ്രോത്താണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ആ ഗ്രോത്ത് എന്ത് ചെയ്യും, കമ്പനി ഫിക്സ് ചെയ്യും. അതിനുശേഷം ഷോർട്ട് ടേം ഗോൾസ് ഫിക്സ് ചെയ്യും. ദെൻ മെഷറിംഗ് പെർഫോമൻസ് ഓഫ് ദി സബോർഡിനേറ്റ്, എങ്ങനെയാണ് ഓരോ സബോർഡിനേറ്റ്സും ഓരോ വർക്കേഴ്സും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യും. അതിനുശേഷം കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ്. എംപ്ലോയീസിൻ്റെ ഗോൾസ്, അവരുടെ ടാർഗറ്റ് എത്രത്തോളം ഉണ്ട് കമ്പയർ ചെയ്യും. ഗോൾ സെറ്റ് ചെയ്തതുപോലെ തന്നെ ആണോ, അതുപോലെ തന്നെ ടാർഗറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഫിക്സ് ചെയ്യും. ദെൻ ആഫ്റ്റർ ദാറ്റ് എസ്റ്റാബ്ലിഷിംഗ് ന്യൂ ഗോൾ ഫോർ എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ്. അതിനുശേഷം എന്ത് ചെയ്യും, പുതിയൊരു ഗോൾസ് സെറ്റ് ചെയ്യും. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് സൈക്കോളജിക്കൽ അപ്രൈസൽ. സൈക്കോളജിക്കൽ അപ്രൈസൽ എന്ന് പറയുന്നത് എംപ്ലോയിയുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് പ്രകാരം ദിസ് മെത്തേഡ് ഈസ് ഡയറക്റ്റഡ് ടു അസസ് ദ എംപ്ലോയി പൊട്ടൻഷ്യൽ ഫോർ ദ ഫ്യൂച്ചർ പെർഫോമൻസ് റാദർ ദാൻ ദി പാസ്റ്റ് വൺ. അതായത് ഫ്യൂച്ചറിൽ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടാവണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ മെത്തേഡ് പ്രകാരം ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയിട്ട്, സൈക്കോളജിക്കൽ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ അണ്ടർടേക്കൺ ചെയ്തിട്ടാണ് സൈക്കോളജിക്കൽ അപ്രൈസൽ ചെയ്യുന്നത്. അപ്പോൾ ഇവാലുവേറ്റ് പെർഫോമൻസിൻ്റെ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഇൻ്റലിജൻസ്, മോട്ടിവേഷന്, ഇത്തരം സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കൽ അപ്രൈസൽ അണ്ടർടേക്കൺ ചെയ്യുന്നത്. ദെൻ അനദർ വൺ ഈസ് ദ അസസ്മെൻറ്റ് സെൻറ്റർ. ഈ അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് USA ആൻഡ് UK ഈ അസസ്മെൻറ്റ് സെൻറ്റർ, ആ വേർഡിൽ തന്നെയുണ്ട് ഒരു സെൻറ്റർ, ഒരു ലൊക്കേഷനെ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ അസംബിൾ ചെയ്യാണ് ആ ഒരു പ്ലേസിൽ. എന്നിട്ട് എക്സസൈസുകൾ അണ്ടർടേക്കൺ ചെയ്യണം, അതായത് ജോബ് റിലേറ്റഡ് ആസ്പെക്റ്റ് ഓഫ് മാനേജ്മെൻറ്റ്. സോ ഈ മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യാണ്, മാനേജേഴ്സ് ഒരു പ്ലേസിൽ ലൊക്കേറ്റ് ചെയ്യുകയും അവിടെ പല എക്സസൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ റോൾ പ്ലേ പോലത്തെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഗെയിംസ് പോലത്തെ എക്സസൈസുകൾ അണ്ടർടേക്കൺ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദി അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ദെൻ 360 ഡിഗ്രി അപ്രൈസൽ. 360 ഡിഗ്രി അപ്രൈസൽ എന്ന് പറയുന്നത് ഈ മെത്തേഡ് പ്രകാരം എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തുനിന്നുമാണ്. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസേഴ്സ്, ഫെലോ വർക്കേഴ്സ്, കസ്റ്റമേഴ്സ്, ടീം ലീഡേഴ്സ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ആ എംപ്ലോയി ഹിംസെൽഫ്, ഓൾ ആസ്പെക്റ്റ്. അതുകൊണ്ടാണ് ഈ 360 എന്ന് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളുടെ അടുത്തുനിന്നും എംപ്ലോയിയെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും അതിൻ്റെ ബേസിൽ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡാണ് 360 ഡിഗ്രി അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി മോഡേൺ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ: മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്, സൈക്കോളജിക്കൽ അപ്രൈസൽ, അസസ്മെൻറ്റ് സെൻറ്റർ, ദെൻ 360 ഡിഗ്രി അപ്രൈസൽ.
Limitations of performance appraisal. Limitations, first one is that purely trained managers, employees and the managers വേണ്ട രീതിയിൽ ട്രെയിനി അല്ല എങ്കിൽ, അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അനദർ വൺ ഈസ് ദാറ്റ് പേഴ്സണൽ ബയാസ്. പേഴ്സണൽ ബയാസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് എന്തായാലും എന്തിലുണ്ടാകും, മാനേജേഴ്സ് എംപ്ലോയീസിൻ്റെ വർക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അതും എന്തല്ല, പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ടല്ല ഇവാലുവേഷനിലൂടെ അണ്ടർടേക്കൺ ചെയ്യുന്നത്. ദെൻ ലാക്ക് ഓഫ് ഔട്ട്കം ബേസ്ഡ് മെഷേഴ്സ്. ലാക്ക് ഓഫ് ഔട്ട്കം ബേസ്ഡ് മെഷേഴ്സ് എന്ന് പറയുന്നത്, ഔട്ട്കം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതായിട്ടുള്ള, ഇപ്പം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തത്, അതുപോലെ തന്നെ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് സബ്ജക്റ്റീവ് ബേസിലാവുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ടാണ്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് നോട്ട് യൂസ്ഫുൾ ഫോർ ഇംപ്രൂവിങ് പെർഫോമൻസ്. പലപ്പോഴും എംപ്ലോയീസ് എന്ത് ചെയ്യുന്നില്ല, ഇവാലുവേഷനും ഫീഡ്ബാക്കുകളും ഒക്കെ അണ്ടർടേക്കൺ ചെയ്താലും അവരുടെ പെർഫോമൻസ് ലെവലിൽ അവരെന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യുന്നില്ല. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് നോ ഡെഫിനിറ്റ് സ്റ്റാൻഡേർഡ്. നോ ഡെഫിനിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, എംപ്ലോയീസ് അവരൊരു പ്രത്യേക സ്റ്റാൻഡേർഡ്, പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് അതെന്തില്ല, ഡെഫിനിറ്റ് അത് ക്ലിയർ ആവുന്നില്ല. അതുപോലെ തന്നെ സൂപ്പർവൈസർ പല സമയത്തും എന്ത് ചെയ്യുന്നില്ല, അത് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് റേറ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഫിക്സ്ഡ് സ്റ്റാൻഡേർഡ് ഇങ്ങനെ രീതിയിൽ എന്നുള്ളത് പലപ്പോഴും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് വരുന്നത്. Then another one is that lack of reliability. ഇൻകൺസിസ്റ്റൻറ്റ് മെഷറിങ് സ്റ്റാൻഡേർഡുകൾ, അതുപോലെ ലാക്ക് ഓഫ് ട്രെയിനിങ് ഒക്കെ അപ്രൈസൽ ടെക്നിക്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അതായത് എഫിഷ്യൻ്റ് അല്ലാത്ത ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്ത് കുറയും, റിലയബിലിറ്റി കുറയും. ദെൻ ഇൻകോമ്പിറ്റൻസ്, ലാക്ക് ഓഫ് നോളേജ്, അതുപോലെ ലാക്ക് ഓഫ് നോളേജ്, സ്കില്ല്, അതൊക്കെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ലെവലിനെ എന്ത് ചെയ്യും, ലാക്ക് ഓഫ് നോളേജ്, ഡ്യൂ ടു ലാക്ക് ഓഫ് നോളേജ് അതുപോലെ സ്കില്ലൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ആവറേജ് റേറ്റിംഗ്, പലപ്പോഴും ഹൈയും ലോയും കൊടുക്കാതെ അപ്രൈസർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആരാണോ ഇവാലുവേറ്റ് ചെയ്യുന്നത് അയാൾ എന്ത് ചെയ്യും, ആവറേജ് റേറ്റിംഗ് അണ്ടർടേക്കൺ ചെയ്യും. സോ ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ.